ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം നാളെ. എക്സിറ്റ് പോൾ ഫലങ്ങൾ എതിരാണെങ്കിലും തുടർഭരണം നേടുമെന്ന് ആം ആദ്മി പാർട്ടി ഉറപ്പിക്കുകയാണ്. 1/4 നൂറ്റാണ്ടിന് ശേഷം ഡൽഹിയുടെ ഭരണം പിടിക്കാമെന്ന് BJPയും കണക്ക് കൂട്ടുന്നു. ഇക്കുറി നില മെച്ചപ്പെടുത്താമെന്നാണ് കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നത്. എക്സിറ്റ് പോൾ ഫലങ്ങൾ കോൺഗ്രസും ആം ആദ്മിയും പൂർണ്ണമായും തള്ളുമ്പോഴും എക്സിറ്റ് പോൾ പ്രവചനങ്ങളിൽ വലിയ പ്രതീക്ഷയിലാണ് BJP. 2 പതിറ്റാണ്ടിനു ശേഷം രാജ്യതലസ്ഥാനത്തെ ഭരണമെന്ന സ്വപ്നം ഇക്കുറി സാക്ഷാത്കരിക്കുമെന്നാണ് പ്രതീക്ഷ. 70 നിയമസഭാ മണ്ഡലങ്ങൾ, 36 എന്ന മാജിക് സംഖ്യ കടക്കുന്നവർക്ക് രാജ്യതലസ്ഥാനത്തെ ഭരണം പിടിക്കാം. നാളെ രാവിലെ 8 മണിയോടെ വോട്ടെണ്ണൽ ആരംഭിക്കും. 2020 62 സീറ്റ് നേടി ആം ആദ്മി പാർട്ടി അധികാരം പിടിച്ചപ്പോൾ 8 മാത്രമായി ഒതുങ്ങി BJPയുടെ MLAമാർ. 28 വർഷങ്ങൾക്ക് ശേഷം രാജ്യതലസ്ഥാനത്ത് അധികാരത്തിലെത്താൻ കഴിയുമെന്ന ആത്മവിശ്വാസത്തിലാണ് BJP. എക്സിറ്റ് പോൾ ഫലങ്ങളെ പൂർണ്ണമായും തള്ളുന്ന ആം ആദ്മി പാർട്ടി ഒരൽപ്പം കിതച്ചാലും 4ാമതും സർക്കാർ രൂപീകരിക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസത്തിലാണ്. അതിനിടെ BJP ഓപ്പറേഷൻ താമര ആരംഭിച്ചുവെന്ന് ആം ആദ്മി പാർട്ടി ആരോപിച്ചു. സ്ഥാനാർത്ഥികൾക്ക് 15 കോടി വീതം വാഗ്ദാനം ചെയ്തുവെന്ന് അരവിന്ദ് കെജ്രിവാൾ. 70 സ്ഥാനാർത്ഥികളെയും വിളിച്ചു ചേർത്ത അരവിന്ദ് കെജ്രിവാളിന്റെ നേതൃത്വത്തിൽ അടിയന്തര യോഗം. വോട്ടെടുപ്പിന് ഒരു ദിവസം ബാക്കി നിൽക്കെയായിരുന്നു 8 MLAമാർ ആം ആദ്മി പാർട്ടി വിട്ട് BJPയിലെത്തിയത്. വോട്ടെണ്ണലിന് ഇനി മണിക്കൂറുകൾ മാത്രം അവശേഷിക്കെ ആം ആദ്മി പാർട്ടിയുടെ ആശങ്കയും കൂറുമാറ്റമാണ്. BJP അടർത്തിയെടുക്കുമോ നേതാക്കളെ എന്ന ഭീതിയിലാണ് പാർട്ടി. കഴിഞ്ഞ 2 നിയമസഭാ തിരഞ്ഞെടുപ്പുകളിലും ഒരു സീറ്റ് പോലും ലഭിക്കാതിരുന്ന കോൺഗ്രസിന് ഇത്തവണ ഒരു സീറ്റ് ലഭിച്ചാൽ പോലും അത് ആശ്വാസം. 60.54% പോളിംഗ്. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് പോളിംഗ് ശതമാനത്തിലുണ്ടായ കുറവ് ആർക്ക് അനുകൂലമാകുമെന്ന പ്രവചനാതീതം. മദ്യനയ അഴിമതി മുതൽ യമുനയിലെ മലിനീകരണം വരെ ഒട്ടേറെ വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെട്ട 1 മാസത്തിലേറെ നീണ്ടുനിന്ന പ്രചരണത്തിനൊടുവിൽ ഡൽഹിയിലെ ജനങ്ങൾ ആർക്ക് അനുകൂലമായി വിധിയെഴുതിയെന്ന് നാളെ അറിയാം. രാജ്യം ഉറ്റുനോക്കുന്ന ആവേശകരമായ ഡൽഹിയിലെ തെരഞ്ഞെടുപ്പ് ഫലത്തിന്റെ ഓരോ സ്പന്ദനങ്ങളും ജനങ്ങളിലേക്ക് എത്തിക്കാൻ 24 സംഘവും തയ്യാർ. ടീം 24 ഡൽഹി.